ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിനു വേണ്ടിയുള്ള പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷയിലെ വായനകൾക്കായി ഉപയോഗിക്കുന്ന പ്രഘോഷണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ 2 പ്രഘോഷണങ്ങളെക്കുറിച്ചും ഇവയ്ക്ക് ശേഷം ആലപിക്കപ്പെടുന്ന ശൂറായ എന്ന ഗീതത്തെക്കുറിച്ചുമാണ് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷയിൽ പഴയ നിയമത്തിൽ നിന്ന് 2ഉം പുതിയ നിയമത്തിൽ നിന്ന് 2ഉം ഉൾപ്പെടെ ആകെ 4 വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങൾ അഥവാ ആരാധനക്രമ വായനകൾ ആണുള്ളത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ഞായറാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും 4 വായനകൾ ഉണ്ടായിരിക്കണം. സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് കുർബാന മധ്യേ പ്രഘോഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള 2 ഗണം വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാനായി നമുക്കുള്ളത്. 1 ഗണം പ്രഘോഷണങ്ങൾ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവയാണ്. 2 ഗണം പ്രഘോഷണങ്ങൾ നമ്മുടെ സഭയുടെ സൂനകദോസിൻ്റെ തീരുമാനമനുസരിച്ച് വിശുദ്ധ ലിഖിത ആരാധനക്രമ പണ്ഡിതരുടെ സഹായത്തോടെ തയ്യാറാക്കി ദീർഘനാളത്തെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം 2021 അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. ഈ 2 ഗണം വായനകളും ഓരോ വർഷവും മാറി മാറി ഉപയോഗിക്കുകയാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. ദൈവാരാധനയിൽ വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങൾ നടത്തുന്നത് പ്രഘോഷണ ഗ്രന്ഥത്തിൽ നിന്നുമാണ്. ഓരോ ദിവസത്തെയും വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണങ്ങൾ ആരാധനാവത്സരത്തിലെ കാലങ്ങൾക്കും നിശ്ചിത തീയതികൾക്കും അനുസൃതമായി ക്രമമായി നൽകുന്ന ഗ്രന്ഥമാണ് പ്രഘോഷണ ഗ്രന്ഥം, ലക്ഷണറി അഥവാ വായനാ പുസ്തകം. സുറിയാനി ഭാഷയിൽ സൊനക്സറീൻ എന്ന് പറയുന്നു. വായനകൾ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനും ആരാധനക്രമ കലണ്ടർ നിർദ്ദേശിക്കുന്ന വ്യത്യസ്ത വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ അനായാസം ഒരുമിച്ച് ചേർത്ത് വായിക്കാനും പ്രഘോഷണ ഗ്രന്ഥം വളരെ സഹായകമാണ്. സീറോ മലബാർ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലുള്ള വചന ശുശ്രൂഷയിൽ വിശുദ്ധ ഗ്രന്ഥ വായനകൾക്ക് പ്രഘോഷണം എന്ന പേരാണ് കൂടുതൽ അന്വർത്ഥമായിട്ടുള്ളത്. ഉദാഹരണത്തിന് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തെ വിശുദ്ധ മത്തായിയുടെ പ്രഘോഷണം കാറോസൂസ ദു മാർ മത്തായി എന്നാണ് വിളിക്കുന്നത്. ലേഖനത്തിൻ്റെ വ്യാഖ്യാന ഗീതത്തിൽ പൗലോസ്ലീഹായുടെ പ്രഘോഷണമായിട്ടാണ് ലേഖന വായനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മിശിഹ രഹസ്യത്തിൻ്റെ പ്രതിരൂപങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമുള്ള പ്രഘോഷണമാണ് പഴയ നിയമം. വിശുദ്ധ കുർബാനയ്ക്കും മറ്റു കൂദാശകൾക്കുമുള്ള പ്രഘോഷണങ്ങൾ പഴയ നിയമത്തിൻ്റെയും ലേഖനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും 3 പ്രഘോഷണ ഗ്രന്ഥങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പ്രഘോഷണ ഗ്രന്ഥത്തിനും 3 ഭാഗങ്ങളുണ്ട്. 1-ാം ഭാഗത്ത് ആരാധനാ വത്സരകാലത്തിനനുസൃതമായ പ്രഘോഷണങ്ങളും 2-ാം ഭാഗത്ത് നിശ്ചിത തീയതികളിലെ തിരുനാളുകൾക്കും അനുസ്മരണാ ദിനങ്ങൾക്കുമുള്ള പ്രഘോഷണങ്ങളും 3-ാം ഭാഗത്ത് പ്രത്യേക സന്ദർഭങ്ങൾക്കുള്ള പ്രഘോഷണങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. വചന ശുശ്രൂഷയിലെ ആദ്യ 2 പ്രഘോഷണങ്ങൾ പഴയ നിയമത്തിൽ നിന്നുമാണ്. ഇവയെ കിറിയാന എന്ന് വിളിക്കുന്നു. 1-ാം പ്രഘോഷണം നിയമത്തിൽ നിന്നും 2-ാം പ്രഘോഷണം പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. നിയമം കൊണ്ട് പഞ്ചഗ്രന്ഥി മുഴുവനെയും പ്രവചനങ്ങൾ കൊണ്ട് പഴയ നിയമത്തിലെ ഇതര ഗ്രന്ഥങ്ങളെയുമാണ് അർത്ഥമാക്കുന്നത്. നിയമവും പ്രവാചകന്മാരും എന്ന് പഴയ നിയമത്തെ 2ആയി തിരിക്കുന്ന രീതിയും നിയമവും പ്രവാചകന്മാരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ പഴയ നിയമത്തെ സമഗ്രമാക്കുന്നു എന്ന കാഴ്ചപ്പാടും യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് നാം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിയമത്തിൽ നിന്നും പ്രവചനങ്ങളിൽ നിന്നും ആരാധനക്രമ വായനകൾ നടത്തുന്ന രീതി നമുക്ക് കൈവന്നത്. പഴയ നിയമ പ്രഘോഷണങ്ങൾ പഴയ നിയമ രക്ഷാകര പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. പഴയ നിയമം മിശിഹാ രഹസ്യത്തെ പ്രതിരൂപങ്ങളിലൂടെ ഉദ്ഘോഷിക്കുന്നു.
മിശിഹായെക്കുറിച്ചുള്ള സൂചനകൾ നിറഞ്ഞതാണ് പഴയ നിയമമെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ തൻ്റെ പ്രബോധനങ്ങളെ ഉറപ്പിക്കുന്നതിന് പഴയ നിയമവചനങ്ങൾ ഉപയോഗിച്ചിരുന്നു. മോശയെയും പ്രവാചകന്മാരെയും ഈശോ ഉദ്ധരിച്ചിരുന്നു. വിശുദ്ധ കുർബാന വ്യാഖ്യാതാവായ ഗബ്രിയേൽ ഖത്രായ പറയുന്നു, കർത്താവ് തൻ്റെ പ്രബോധനത്തെ സ്ഥിരീകരിക്കുന്നതിനായി പല വാദങ്ങളും നിയമത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും എടുത്തതിനാൽ അവ ആദ്യം വായിക്കുന്നു. മറ്റൊരു വ്യാഖ്യാതാവായ യോഹന്നാൻ ബർസൂബി ഇങ്ങനെ പറയുന്നു, മിശിഹ തൻ്റെ പ്രബോധനത്തിന് ഉപോദ്ബലകമായി പഴയ നിയമത്തിൽ നിന്ന് വാദങ്ങൾ ഉന്നയിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും കൂടിയാണ് പൂർണ്ണത കൈവരിക്കുന്നത്. പഴയ നിയമം ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ആരാധനാ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പഴയ നിയമ വായനകൾ സഹായിക്കുന്നു. ഒന്നാം വായനക്കാരൻ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുന്നു. വായനക്കാരൻ കർത്താവെ ആശീർവദിക്കണമേ എന്ന് കാർമ്മികന് നേരെ തിരിഞ്ഞ് ആശീർവാദം യാചിക്കുന്നു. കാർമ്മികൻ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും കർത്താവിൻ്റെ ആശീർവാദമാണ് ഇവിടെ യാചിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു. രണ്ട് പഴയ നിയമ വായനകളെയും ഒറ്റ ഗണമായി പരിഗണിക്കുന്നതുകൊണ്ട് രണ്ട് വായനകളും കഴിയുമ്പോഴാണ് സമൂഹം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് മറുപടി പറയുന്നത്. പഴയ നിയമ വായനകൾ പൂർത്തിയാകുമ്പോൾ ശുശ്രൂഷയുടെ ആഹ്വാനമനുസരിച്ച് സമൂഹം എഴുന്നേൽക്കുകയും ശൂറായ പ്രകീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. ശൂറായ എന്ന വാക്കിൻ്റെ അർത്ഥം ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്നാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആലപിക്കുന്ന ഗീതമായതിനാൽ ഇതിനെ കുർബാന വ്യാഖ്യാതാക്കളായ ഗബ്രിയേൽ ഖത്രായിയും അബ്രാഹം ബർലീഫായും എസ്താത്യോന എഴുന്നേറ്റ് നിൽപ്പ് എന്നാണ് വിളിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകൾ വഴി ശിഷ്യന്മാർക്ക് ലഭിച്ച മനോധൈര്യത്തെ സൂചിപ്പിക്കാനാണ് ശൂറായ ആലപിക്കുമ്പോൾ സമൂഹം എഴുന്നേറ്റ് നിൽക്കുന്നത്. ആരാധനാ വത്സര കാലവും തിരുനാളുകളും അനുസരിച്ച് മാറി വരുന്ന വിവിധ ശൂറായകൾ കുർബാന തക്സായിലെ പ്രോപ്രിയയിൽ ചേർത്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങളാണ് ശൂറായിയുടെ ഉള്ളടക്കം. കാലത്തിൻ്റെയോ പ്രത്യേക അവസരത്തിൻ്റെയോ ചൈതന്യത്തിന് ചേർന്ന വാക്യങ്ങൾ ശൂറായകളിൽ കാണാൻ കഴിയും. പഴയ നിയമ വായനയിലൂടെ ശ്രവിച്ച ദൈവവചനത്തിനുള്ള പ്രത്യുത്തരമാണ് ശൂറായ. യോഹന്നാൻ മാംദാന പ്രത്യക്ഷപ്പെട്ടപ്പോൾ അനുതാപവും പാപമോചനവും പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സാമീപ്യത്തെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്തതിനാൽ ജനം സ്തുതികൾ ആലപിച്ചതിൻ്റെ അടയാളമാണ് ശൂറായ എന്ന് ഗബ്രിയേൽ ഖത്രായ പ്രസ്താവിക്കുന്നു. മാത്രമല്ല പുതിയ നിയമ രക്ഷാപദ്ധതിയുടെ ആഘോഷത്തിന് ശൂറായ വഴിയൊരുക്കുകയും ചെയ്യുന്നു.